പ്രീ നെഗോസിയേഷൻ പണപ്പിരിവിന് ആയതിനാലാണ് നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലാത്തത്. ബ്ലഡ് മണി ചർച്ചകൾക്കായി പ്രീ നെഗോസിയേഷൻ 40,000 അമേരിക്കൻ ഡോളർ, അതായത് 38 ലക്ഷം ഇന്ത്യൻ രൂപ വേണമെന്നാണ് യമനിൽ നിന്ന് സാമുവൽ ജെറോം, അവിടത്തെ അഭിഭാഷകനും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ദീപ ജോസഫും ബാബു ജോണും ആവശ്യപ്പെടുന്നത്. ഇതാണ് പ്രതിസന്ധിയാകുന്നത്. 38 ലക്ഷത്തിലധികം വരുന്ന തുക സാമുവലും അഭിഭാഷകനും ചേർന്ന് തുടങ്ങുന്ന അക്കൗണ്ടിലേക്ക് അയക്കണം എന്നായിരുന്നു ആദ്യത്തെ ആവശ്യം. 38 ലക്ഷം പ്രീ നെഗോസിയേഷൻ നൽകിയാൽ നിമിഷയുടെ മോചനം ഉറപ്പാകുമോ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല. ഇതോടെ പണപ്പിരിവ് പ്രതിസന്ധിയിലായി. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴും വ്യക്തതയില്ലാത്ത പണപ്പിരിവുമായി സഹകരിക്കില്ല എന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ നിമിഷപ്രിയയുടെ കേസ് അടയാളപ്പെടരുത് എന്ന് ആഗ്രഹമുള്ളതിനാലാണ് തീരുമാനമെന്നും അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ വിശദീകരിച്ചുവെന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ഷൻ കൗൺസിൽ അക്കൗണ്ട് മാറ്റി നിർത്തി ചിലർ സ്വന്തം അക്കൗണ്ട് വഴി പണം പിരിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. ഇക്കാര്യം പൊതുസമൂഹം മുമ്പാകെ വ്യക്തമാക്കാൻ കഴിഞ്ഞ 15-ന് ചേർന്ന യോഗം തീരുമാനിച്ചതായും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നു. നഷ്ടപരിഹാരം സ്വീകരിക്കാമെന്ന് ഇരയുടെ കുടുംബം വ്യക്തമാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ നെഗോസിയേഷൻ പണം എന്തിനാണ് എന്ന് ഉയർത്തുന്ന ചോദ്യമാണ് വരുന്നത്. ചർച്ചകൾക്ക് പോകുമ്പോൾ ഗോത്രത്തലവന്മാർക്കും മെഷീൻ ഗണ്ണും ലാൻഡ് റോവറും ഒക്കെ സംഘടിപ്പിക്കാൻ പണം വേണം എന്നാണ് മറുപടി. ഒപ്പം മാസങ്ങളോളം കുടിൽ കെട്ടി കാവ് കുടിക്കാനാണ് എന്നും യമനിലുള്ളവർ പറയുന്നത്രേ. എന്നാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ ഇതുകൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യാജ അക്കൗണ്ടിലേക്ക് പണം സ്വരൂപിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഇതിന് പിന്നിലെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ഇറാൻ പണം ആവശ്യപ്പെടുന്ന അഭ്യർത്ഥന വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇത് മുന്നിൽ കണ്ട് അനധികൃത പണപ്പിരിവ് നടത്തുന്നതിൽ നിന്ന് സംഘടനകളും വ്യക്തികളും പിന്മാറണമെന്നും ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അല്ലാത്ത പക്ഷം നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആക്ഷൻ കൗൺസിലിന്റെ ഔദ്യോഗിക അക്കൗണ്ട് വിവരങ്ങളും പങ്കുവച്ചിരുന്നു. ഈ അക്കൗണ്ടിലേക്ക് അല്ലാതെ അയക്കുന്ന സംഭാവനകൾ സംബന്ധിച്ച പരാതികൾ സംഘടന ഉത്തരവാദിത്തമല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം അത് പാതി വഴിയിൽ മുടങ്ങുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. നെഗോസിയേഷൻ പണം അതെന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.